അൽഹംദുലില്ലാഹ് ചില ആളുകളൊക്കെ ഭാര്യമാരോട് ഒരു ദിവസം 3 നേരമെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ വരുമ്പോൾ മുത്തനബിയെ മഹബത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ഭാര്യയോട് പിണങ്ങാൻ പാടില്ല. ഇവിടെ ഇപ്പം എത്ര ആളുകൾ ഭാര്യയോട് പിണങ്ങിയ ആളുകളുണ്ടാവും അല്ലേ? പിണങ്ങിയ ആളുകൾ കുറേ ആളുകളുണ്ടാവും. ഇന്നും ചിലപ്പോൾ ഭാര്യയോട് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ നമ്മളെ ഈ സദസ്സിലുണ്ടാവും. അത്തരക്കാരാകുന്ന ആളുകളുടെ കൈ പൊക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കൈയൊന്നും പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണതിൽ പൊക്കിയാൽ മതി. ഞാൻ അതിൻ്റെ മെമ്പറാണ് ഉസ്താദ്, നിങ്ങളാ പറഞ്ഞത്. ചപ്പാത്തിയുടെ വട്ടം ക്ലിയർ ഇല്ലെങ്കിൽ പ്രശ്നം, കറിയിൽ ഉപ്പമേറിയതിൻ്റെ പേരിൽ പ്രശ്നം, അതിൻ്റെ പേരിൽ ഒരു തൊലാക്ക് ചൊല്ലിയ ആളുകൾ, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നിർത്തി മുത്തുനബിൻ്റെ ആളുകളാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അൽഹംദുലില്ലാഹ് അവിടെയൊക്കെ വേണം. പള്ളിയിലെ മുത്തവല്ലിയും പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലയുടെ നേതാവും ഒക്കെ ആണെങ്കിലും സ്വന്തം ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്ന ആളുകളാണ് അൽഹംദുലില്ലാഹ് നല്ല മനുഷ്യന്മാർ. അവരാണ് ഭരണാധികാരികൾ. മറ്റുള്ള ആളുകൾ നന്നാക്കുന്നവരല്ല. അപ്പോൾ നാം ഇൻഷാ അല്ലാഹ് എല്ലാ അർത്ഥത്തിലും അത് നമ്മൾ ക്ലിയർ ആവണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുന്നാര മകൾ ഫാത്തിമ ബീവിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും രണ്ടുപേരും പിണങ്ങിയപ്പോൾ ആ പിണക്കം അങ്ങനെ കുറച്ച് നീണ്ടുപോയപ്പം ഫാത്തിമ ബീവി കരുതി അലി റളിയല്ലാഹു അൻഹു എങ്ങനെങ്കിലും ഒന്ന് നന്നാകാൻ ഇങ്ങോട്ട് സലാം പറയുകയോ ഇല്ലെങ്കിൽ ഒരു തോണ്ടൽ എങ്ങനെയും തോണ്ടുക ചെയ്താൽ ആണ് നന്നാവേനി എന്ന് ഫാത്തിമ ബീവി കരുതി. പക്ഷേ അലി റളിയല്ലാഹു തോണ്ടാൻ വരുന്നില്ല. ഫാത്തിമ അങ്ങോട്ടും തോന്നുന്നില്ല, അലി റളിയല്ലാഹു ഇങ്ങോട്ടും തോന്നൂല. രണ്ടാക്കും അങ്ങനെ നിൽക്കുകയാണ്. കാരണം ആരെങ്കിലും ഒരാൾ തോണ്ടിക്കിട്ടിയാൽ നന്നാവായിനി എന്നാണ്. പക്ഷെ ആരും തോണ്ടണില്ല അല്ലേ? ഈഗോലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നല്ല ഈമാനുള്ളവരായതുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ടൗണിൽ പോയി വരുമ്പോൾ ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പല്ല് തേച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു മെല്ലെ കയറി വന്നിട്ട് ഫാത്തിമൻ്റെ ബാക്കിൽ മെല്ലെ നിന്ന് മിണ്ടാതെ നിന്ന് ഫാത്തിമ ബീവി പല്ല് തേച്ചിട്ട് ബ്രഷ് താഴെ വെച്ച് മെല്ലെ അങ്ങോട്ട് തിരിച്ചില് എങ്ങനെയെങ്കിലും കൈ മേത്ത് തട്ടുമല്ലോ. കാരണം അത്രയും അടുത്താ നിൽക്കണേ. ഞാൻ ഈ മൈക്കൻ്റെ അടുത്ത് നിൽക്കണ മാതിരി ഞാൻ തൊട്ടാൽ ഇതുമെങ്ങനെ തട്ടും, ആ കോലത്തിന് നിൽക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കാണുന്നില്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. ഫാത്തിമ ബീവിക്ക് നല്ല സ്നേഹമുണ്ടായതുകൊണ്ട് വാഷ് ബേസിൻ്റെ മുമ്പിൽ കണ്ണാടിയില്ലെങ്കിലും ചുമരിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവി കാണുന്നുണ്ട്. ആ ഫാത്തിമ ബീവി അങ്ങനെ അവിടെ നിന്ന് ഇത് കണ്ട് മനസ്സിലാക്കിയപ്പം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മേത്തൊന്നും കൈ തട്ടാതെ ബ്രഷ് താഴെ വെച്ചിട്ട് മെല്ലെ പോയിട്ട് അവിടെ ബെഡ്റൂമിൻ്റെ മുമ്പിലുള്ള കർട്ടൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ പോയിന്ന്. ഇനി എന്താ അലി ചെയ്യണേ? നല്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടി മേക്കൽ നിന്നതാണ് എന്നിങ്ങനെ കരുതിയിട്ട് ഫാത്തിമ ബീവി അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പരാജയപ്പെട്ടൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? ആ ബ്രഷ് ഇങ്ങോട്ടെടുത്തിട്ട് ബ്രഷിനോട് പറഞ്ഞു, ബ്രഷേ ഈ എന്താടാ മനസ്സിലാക്കിയത്? ഇജിപ്പോൾ ആരെ തൊള്ളിയിൽ കൈയിട്ടിട്ടാ വരുന്നത്? ഫാത്തിമ ആരാന്ന് എനിക്കറിയോ? അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഫാത്തിമ ആരാന്നറിയോ? മുത്തുനബിൻ്റെ മോളാ. ഈ മുത്തുനബിൻ്റെ മോളെ അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യൻ്റെ തൊള്ളിയിൽ കൈയിടാൻ മാത്രം ഈ ആരോടാ ചൂടാണ്? ബ്രഷിനോടാ ചൂടാണ്. ഫാത്തിമ ബീവി അതൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഈ കർട്ടൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഫാത്തിമ ബീവി ഇങ്ങനെ കരുതി, പടച്ചോനെ, എൻ്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു എത്ര സ്നേഹമുണ്ട് എന്നോട്. സ്നേഹം ഉണ്ടായത് കൊണ്ടാണല്ലോ ഒരു ബ്രഷിനോടൊപ്പം മൂപ്പരാ ചൂടാകണത്. അപ്പോൾ വേറെ ആരെങ്കിലും ഇന്നൊന്ന് തോണ്ടാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വേറെ ആരെങ്കിലും ഒന്ന് തോണ്ടാൻ വന്നാൽ, ഒരു വാട്സപ്പ് ഇടാനും വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓൻ്റെ അവസാനേക്കാരത്. അതുകൊണ്ട് ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനോട് ഞാൻ പിണങ്ങി നിൽക്കുന്നത് ശരിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് കിട്ടിയ ഗ്യാപ്പിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രശ്നം പരിഹരിച്ചു. ഇത്രയും നമ്മൾ പ്രശ്നം ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവരും വീട്ടിൽ ചെന്നാൽ ആദ്യം നമ്മൾ നന്നാവേണ്ട സ്വന്തം ഭാര്യയോടാണ് ആദ്യം.
പിന്നെ ബാക്കി നന്നാകലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നന്നാവേണ്ട സ്വന്തം ഭാര്യയോടാണ്. ഭാര്യയോട് ചിരിക്കാൻ മറന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പത്തായക്കല്ല് അല്ലേ, ആ പേരെന്നെ അങ്ങനെ പത്തായക്കല്ല്. ഈ പേര് വെക്കാൻ ഒരു കാരണം ഉണ്ടാവും. പത്തായക്കല്ല് 9-ാം കല്ല് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഒരു കാരണം ഇവിടെ ഉണ്ടാവും അല്ലേ. എന്തെങ്കിലും മഹാന്മാരാകുന്ന ആളുകൾ ആ പേര് വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും. അപ്പം എല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ചിരിക്കൽ ആരോടാ? സ്വന്തം ചങ്ങായിമാരോട് റോട്ടുമ്പോൾ നിന്നിട്ട് അങ്ങനെ ചിരിക്കും. 1.5 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ഒച്ച കേൾക്കും. പെണ്ണുങ്ങളടുത്ത് ചെന്നാലോ അതിങ്ങനെ വല്ല പട്ടാള സിസ്റ്റമാരിയാ, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ പറഞ്ഞിട്ടാൽ സുബ്ഹാനല്ലാഹ്. ഇന്നാളൊരു പെണ്ണ് പറഞ്ഞ്, ഞാൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെ വരുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ നാരിയ സ്വലാത്ത് ചൊല്ലലാണ്. കാരണം എന്താ വെച്ചാൽ ഇയാൾ ഒരു അലമ്പില്ലാതെ ഒന്ന് കയറി കിട്ടി, അവിടെ നിന്ന് മൂലൊക്കെ കടന്ന് കിട്ടി, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പിരാകാതെ ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന്. അത് പെങ്ങളെപ്പറ്റി ഈ പെണ്ണുങ്ങൾ കരുതലുണ്ടോ അല്ലേ? അത് വിഷയം തീരുമാനമാക്കിയിട്ട് പോകാം അല്ലേ? അതിപ്പോൾ നിങ്ങളെപ്പറ്റി ഈ മറൻ്റെ അപ്പുറത്തുള്ള ആളുകളുണ്ടോ ഇല്ലേ? ഞാനൊന്ന് ഉസ്താദിനോട് പറഞ്ഞ്, പിന്നെ നമ്മുടെ സെക്രട്ടറി ഉസ്താദിനോട് പറഞ്ഞ് ഇന്ന് പരിപാടി നിർത്തി വേഗം പോകണം. അതെന്താ? ഞാൻ പറഞ്ഞ് പെണ്ണുകൂട്ടൊക്കെ ഒരു ഷവർമ്മ കൊണ്ടുപോകണം, ഒരു കാത്തു നിൽക്കുകയാണ് അല്ലേ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഇന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷവർമ്മ വാങ്ങിക്കൊടുത്തുക്കണം. നിങ്ങൾ ഈ പ്രായമായ ആളുകളൊക്കെ ഒന്ന് കൈപ്പൊക്കട്ടെ. 75 വയസ്സായ ആളുകൾ ജീവിതത്തിൽ ഒരു സെൽഫി എടുത്തുക്കണം. നിങ്ങൾ പെണ്ണൊക്കെ നല്ല റായത്തായി അല്ലേ? ജീവിതത്തിൽ ഉള്ള നമ്മളെ മകളും മരോളും ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ ഓല രണ്ടാളെയും സ്നേഹത്തിന് അടർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഓല രണ്ടാളും ഇപ്പം ഇങ്ങനെ കാട്ടിക്കൂട്ടണ ഉണ്ടാക്കരുതും, വേറെ ആരും ഇല്ല, ഇപ്പം നമ്മളൊന്നും വേണ്ട, ഓല രണ്ടാളുമായി ഈ ദിക്ർ ഇങ്ങനെ ചെല്ലും അമ്മായിമ്മ. പിന്നെ അമ്മോശാക്ക അതിൽ കൂടി കൊടുക്കും ചെയ്യും, വൃത്തിയായി. ഇതൊക്കെ ഒന്ന് നിർത്തുക. ഇതൊക്കെ നിർത്തിയാൽ തന്നെ നമ്മളെ മഹല്ല് നന്നായി, നമ്മളെ മഹല്ല് റെഡിയായി. മഹല്ല് എന്ന് പറഞ്ഞ സാധനങ്ങൾ എല്ലാവരും കൂടിയ സാധനമാണ്. മുത്തനൂരിന്ന് ആയതാലും നിങ്ങളെ മഹല്ലേക്ക് വരില്ല, നിങ്ങൾ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഈ കല്ലിലുള്ള മുഴുവൻ ആളുകളും ഈ കല്ലും ചെറിയ കല്ലും വലിയ കല്ലൊക്കെ പടന്ന് നന്നായാൽ അൽഹംദുലില്ലാഹ് നല്ല ഉഷാറായി. അപ്പം ഇന്നെല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളെ സ്വന്തം ഭാര്യയോട് നമ്മൾ റെഡിയാവുക. ഇൻഷാ അല്ലാഹ് അതിനെല്ലാവരും ഇന്ന് പോയിട്ടൊന്ന് പെണ്ണുങ്ങളോടൊന്ന് ചിരിക്കുക. ആദ്യം തന്നെ നന്നായി ഉഷാറായിട്ടൊന്ന് ചിരിക്കുക. അങ്ങനെ ചിരിച്ചുകൊണ്ടേ നിൽക്കണ്ട. സ്വലാത്ത് വാർഷികത്തിന് കുഴപ്പമിയാൾക്ക് കുഴപ്പമൊന്നുമില്ല, വന്നപ്പോൾ ഇയാൾക്ക് എന്താ ഒരു അസുഖം ഉണ്ടോയെന്ന് കരുതും. അപ്പം അതുകൊണ്ട് ചിരിക്കേണ്ടതിനൊന്ന് ചിരിച്ചു കൊടുക്കുക. ഈ ഡോക്ടർമാരിപ്പോൾ പറയുന്നത്, മനഃശാസ്ത്ര ഡോക്ടർമാർ പറയുന്നത് ചിരിക്കുന്ന ആളുകൾക്ക് അറ്റാക്ക് വരില്ലെന്ന്. ചിരിക്കുന്ന ആളുകൾക്ക് അറ്റാക്ക് വരില്ല, ഓല് മനസ്സ് ഫ്രീ ആണ്. ഈ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ പള്ളീൻ്റെ സെക്രട്ടറിയാണ്, ഞാൻ പള്ളീൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ മുതവല്ലിയാണ്, ഞാൻ എൻ്റെ 18 പേരക്കുട്ടികളെ വാപ്പയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദമ്മിന് നിൽക്കണം, എല്ലാത്തിനും ചൂടായി ഇങ്ങനെ നിൽക്കണം എന്ന് കരുതിയ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നേരെ മാറ്റി. പഴയ സിലബസ് അല്ല, ഇപ്പോൾ പുതിയ സിലബസിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്. ഇപ്പോൾ കുട്ടികൾ പ്രസവിച്ച് വീണ തന്നെ എയ്മക്ക ഐഫോണുമക്ക. അപ്പോൾ അതുകൊണ്ട് ഐഫോണാ തലക്ക് വെക്കണേ. ഇനിയിപ്പോൾ കബറിൽ തന്നെ ഇപ്പോൾ ഐഫോൺ കൊണ്ടേ വെക്കണമെന്നുള്ളൊരു തള്ളു. കാരണം ഒരു ചെറിയ മണ്ണ് കൊണ്ടൊരു തലയിട ഉണ്ടാക്കി വെക്കലുണ്ട്. അതിന് പകരം ഐഫോൺ വെക്കണമെന്നുള്ളടത്ത് ചില ആളുകൾ ചിന്തിച്ചെത്തി അത്രയും മഹബത്ത് വെക്കുന്ന ആളുകളാണ് ഐഫോണിനെ. ഇപ്പോൾ ഐഫോൺ 17 ഇറങ്ങിയപ്പോൾ ബോംബെയിൽ തിരക്കുണ്ടാക്കി ഫസ്റ്റത്തെ കോപ്പി വാങ്ങാൻ ഷഹീദായ ആളുകളാണ് നമ്മളെ കൗമ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു സിലബസ് മാറ്റണം. മദ്രസകൾ നല്ല ഉഷാറാവണം, മദ്രസയും പള്ളിയും നല്ല ഉഷാറാവണം. മദ്രസയിൽ ആണ് തിയറി പഠിപ്പിക്കുന്നത്, പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രാക്ടിക്കൽ നടക്കുന്നു ഇല്ലേ? പഴയ കാലങ്ങളിൽ മദ്രസയിൽ AC ഉണ്ട്, ഒന്നുമില്ല. ഇന്ന് നല്ല സംവിധാനമുള്ള മദ്രസകളായി മാറി. പഴയ കാലത്ത് 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിന് എങ്ങനെയാണ്? മത്തം കറി അസുലം കൂത്തി, ബഷീർ കീസ കയറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ട തിന്നു. വല്ലതും തിരിഞ്ഞോ? തിരിഞ്ഞടാ? ഇല്ല. അൽഫാമിൽ ഉപ്പില്ല, തിരിഞ്ഞോ? അൽഫാമ് തിരിയോ? അതറിയണം. ഓനെന്താ പിന്നെ കുനിയനൊക്കെ അമ്മിയിൽ കയറി കുത്തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇപ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ എന്താ വേണ്ടത്? ഷവർമ്മയിൽ ഉപ്പില്ല, അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട്, ബ്രോസ്റ്റ് കിട്ടിയാൽ കുഴപ്പമില്ല, അത് അൽബൈക്കായ റാഹത്തായി. ഇതൊക്കെയാണ് ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ ഉഷാറാവുള്ളൂ. അൽബൈക്ക് എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റിൽ അഫ്ളലായ സാധനമാണ് അൽബൈക്ക്. ബ്രോസ്റ്റ് കുറേ എണ്ണമുണ്ട്. അതുകൊണ്ടാണ് മക്കത്ത് നമ്മൾ 1-ാമത്തെ തഹല്ലുൽ കഴിഞ്ഞ് ലബ്ബൈക്ക് ചൊല്ലിയ ഉടനെ അൽബൈക്കാണ് അല്ലേ?
ലബ്ബൈക കഴിഞ്ഞ ഉടനെ തൊട്ടപ്പുറത്ത് വലിയ കെട്ടിടത്തിൽ ഹറമിൻ്റെ മുറ്റത്ത് തന്നെ വിശാലമായ അടിപൊളി കെട്ടിടം വന്നിട്ടുണ്ട്. ഇപ്പോൾ പടുത്തുമ്പ്രക്ക് പോയവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ മാഷാ അല്ലാഹ് മലകളൊക്കെ ഇടിച്ച് പൊളിച്ച് വലിയ കെട്ടിടം ഉണ്ടാക്കി ഏറ്റവും വിശാലമായ അൽബൈക്ക് അവിടെ ഉണ്ട്. അതെന്താ അർത്ഥം? നമ്മൾ നല്ല ഒരു ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഭക്ഷണം കഴിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? പെരുന്നാളിന് നമ്മൾ ആരെങ്കിലും മുരിങ്ങൻ്റെ ഇല താളിക്കോ? ഡോക്ടർ പറഞ്ഞ് മുരിങ്ങൻ്റെ ഇലയും ചീരൻ്റെ ഇലയും മാത്രം തിന്നാൽ മതി, ഇറച്ചി മീനും തിന്നണ്ടെന്ന് പറഞ്ഞാലും പെരുന്നാളിൻ്റെ അന്ന് നമ്മളെന്താ പറയുക? വാപ്പന്ത് പറയും, ഇജ്ജ് നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് ഇറച്ചിൻ്റെ കഷ്ണം ഇട്ടാ, ഇന്ന് പെരുന്നാളാണ്, ഇന്ന് പെരുന്നാളാണ്, ഇന്നിപ്പോൾ ഞാൻ ആ വയലിച്ചൊന്നും പറ്റൂല. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ വ ഈദുൽ മുഅ്മിനീൻ. വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്. വെള്ളിയാഴ്ച ഹജ്ജ് കഴിഞ്ഞ് വരാൻ നല്ലൊരു പോത്തിറച്ചി വാങ്ങാത്ത വീടുണ്ടാവില്ല. ഒരു റിവായത്ത് പ്രകാരം പോത്തിറച്ചി വാങ്ങിയിട്ടില്ലെങ്കിൽ ജുമാ സഹി ആവൂല എന്നുള്ള അഭിപ്രായക്കാരൻ നമ്മൾ ഓൺലൈൻകാരനൊക്കെ കേടാ, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണം കഴിക്കണം. ഇതിലൊക്കെ ലുബ്ധത കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എവിടുക്കാഞ്ഞിത് പാത്തക്കണ്? 3 കഷ്ണം തുണിക്കോ? 3 കഷ്ണം തുണിക്ക് വേണ്ടിയാണ് നമ്മൾ വരും. അതുകൊണ്ട് നന്നായി നല്ല ഡ്രസ്സ് വാങ്ങുക, നല്ല ഡ്രസ്സ് ഇടുക, നല്ല അൽഹംദുലില്ലാ ഒരു വൃത്തിയുള്ളൊരു ബാത്റൂം വീട്ടിലുണ്ടാക്കുക. ചില ആളുകളെ ബാത്റൂമൊക്കെ കയറിയാൽ അതിൽ അമ്മായിമ്മ കുറ്റൂസൊക്കെ കൊണ്ടുവന്ന ചെരുപ്പുണ്ടാകുക. അതിങ്ങനെ കരിമ്പം കുത്തി, പിന്നെ ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കുത്തി, പിന്നെ ചെരുപ്പോട്ടെ പൊട്ടുമോ? അത് പൊട്ടൂലല്ലോ. അപ്പോൾ ഈ ചെരുപ്പ് തന്നെ ദ്വാരക്കുക, പടച്ചോനെ ഈ ഒരു ചെരുപ്പൊന്ന് മാറിക്കിട്ടിയാൽ ഞാനൊന്ന് പൊട്ടിക്കിട്ടിയാൽ കഴിച്ചില്ല. ഇതേ മോഡലുണ്ട് നമ്മളെ പള്ളികളിലും കുറച്ച് ബാത്റൂമിൽ കുറച്ച് ചെരുപ്പ്. അത് ഉദ്ഘാടനത്തിൽ നിന്ന് ഇട്ടതാണ്. ആരെങ്കിലും പള്ളിയിലെ ബാത്റൂമിൽ ചെരുപ്പ് വരക്കുക, ഞാൻ ആ ചെരുപ്പിടില്ല. എന്നോടെങ്ങാനും അത് പ്രതികരിക്കാൻ വന്ന നല്ല ജവാബ് ഞാൻ എന്നോട് പറയും ചെയ്യും. കാരണം ഈ മനുഷ്യന്മാർ പല രോഗങ്ങളുള്ള ആളുകളൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിച്ച് ഏറ്റവും വൃത്തി വേണ്ട സ്ഥലം ബാത്റൂമാണ്, ഏറ്റവും ചെയ്യേണ്ട ബാത്റൂമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാവാൻ 18 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. മരിച്ചുപോയ വാപ്പയുമ്മയും അവരെ മഗ്ഫിറത്തിന് ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. മരിക്കാത്ത വാപ്പയുമ്മയാണെങ്കിൽ അവരെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, ചെയ്യിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തത്, വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾ. പേരെങ്ങനെ മാറ്റി വിളിക്കല്? വാപ്പ ഉമ്മ എന്നിലോടത്ത് നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരു വാക്കുണ്ട്, തന്തപ്പൊടി, അല്ലേ? ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും നമ്മളിങ്ങനെ പീടി കുത്തിർക്കുമ്പോൾ നമ്മളെ വാപ്പ ഇങ്ങനെ വരുമ്പോൾ അവിടെ എൻ്റെ തന്തപ്പൊടി വരുന്നുണ്ട്, മാറിന്ന മൂപ്പറിഞ്ഞ് കണ്ടാൽ അങ്ങനെ ഗിറുകിറ് പറഞ്ഞു കൊണ്ടിരിക്കും. വാപ്പ വരേണ്ടത് പറഞ്ഞാൽ മതി, പക്ഷെ പറയൂല. വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും അങ്ങനെയാ പറയാം. ഉമ്മാനെ കാണുമ്പോഴോ 9 മണിയാകുമ്പോൾ എൻ്റെ പരീക്ക് കയറിയിട്ടില്ലെങ്കിൽ തള്ളപ്പൊടി ഇങ്ങനെ ഗിറുകിറ് പറയും. പെണ്ണുങ്ങളൊക്കെ വാതിലും തുറന്നു തരൂല. അതുകൊണ്ട് ഞാൻ പോകാം, മീൻ പിടിച്ചാൽ ഞാനില്ല. വേഗം പോകുന്ന ആളുകളുണ്ട്, അവിടെയും തള്ളപ്പൊടി എന്ന് ഉപയോഗിക്കുക. ഇങ്ങനെ പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരക്കാരാകുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. 2. മൂന്നാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ. വാപ്പൻ്റെ ഉമ്മന് മുമ്പിൽ നടക്കാൻ പാടില്ല, വാപ്പൻ്റെ ഉമ്മന് മുമ്പിൽ നടക്കാൻ പാടില്ല. ഓനാണ് മുമ്പിൽ വേണ്ടത്. നമ്മളിപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇൻഷാ അല്ലാഹ് നമ്മളെ ഭാര്യനെല്ലാം നമ്മൾ മുമ്പിലിരുത്തേണ്ടത്. ഉമ്മയും വാപ്പയുണ്ടെങ്കിൽ ഓല രണ്ടിലൊരാളിട്ടാം. ഓല് രണ്ടാളുണ്ടാകുമ്പം പിന്നെ ആരാണ് ഇരിക്കേണ്ടതെന്നില്ല, ഓല് രണ്ടാളും തീരുമാനിച്ചോട്ടെ, നമ്മളേക്ക് ദഖലാണ്ട ആവശ്യമില്ല. കാരണം ബാപ്പ ഇമ്മ ഉണ്ടാവുമ്പോൾ ബാപ്പ തന്നെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇമ്മ ഇരിക്കാൻ പാടില്ല. ചില സ്ഥലത്തൊക്കെ ഉമ്മാക്കേക്കാർ അധികാരം, അല്ലേ? അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവും. അത് പിന്നെ ഓല് തീരുമാനിച്ചോട്ടെ, നമ്മളേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ചിലയിടത്തൊക്കെ ആണുങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞോടത്ത് നിങ്ങളൊന്നും ഉണ്ടാകാണി, ഓലാണ് കയറും, ഓലാണ് കയറി നിങ്ങളൊന്നും ഉണ്ടാകാണി. പിന്നെ ആ അങ്ങീലെ പാത്തും താത്താറിട്ടാണ് തുടങ്ങുമല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കേൾക്കാൻ വിധിച്ച ആളുകൾ നിങ്ങളാണ്, നമ്മളാണ്. നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റിയാലും ഈ പ്രശ്നമൊക്കെ കേൾക്കേണ്ടത് നമ്മളാണല്ലോ. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് പാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കാൻ പാടില്ല. ചിലപ്പോൾ ഉമ്മ പറയും, മോനെ ഞാൻ ബേക്കിലിരുന്നോളാം, എനിക്ക് ഈ വെറ്റിലൊക്കെ തിന്നുകാണ്ട് തുപ്പാൻ നല്ലത് ബേക്കിലാണ്. അത് വെറുതെ പറയാമോ? ഓലാടെ ബേക്ക് കുത്തരണം ഇങ്ങനെ പറയണ ദിക്റെന്താ അറിയോ? എന്താ? ഇവനെ 10-23 കൊല്ലത്തോളം ഓനെ പോറ്റി വളർത്തി മരണത്തിൻ്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ച് ഓനൊരു പെണ്ണെട്ടിച്ചു കൊടുത്തപ്പോൾ ഞാൻ ബേക്കിലും ഓള് മുമ്പിലും. ഇതാ പോലാ വെറ്റില. ഈ ദിക്റിങ്ങനെ ചൊല്ലും, ഈ ദിക്റിങ്ങനെ ബേക്ക് കുത്തണ ചൊല്ലും ചെയ്യും, ഞാൻ അങ്ങനെ ഇരുന്ന് ചെയ്യും. ഇങ്ങനത്തെ കുറേ ഉമ്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ മാറണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സ്ഥലത്തും ഇടപെട്ടിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല,
ഭാര്യയുമായിട്ട് അൽഹംദുലില്ലാഹ് മുത്തുനബി ചിരിക്കുമ്പോൾ മുത്തുനബിൻ്റെ മുൻപല്ല് കാണാറില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അവിടുത്തെ മുൻപല്ല് കാണാറ് ഭാര്യമാരോട് ചിരിക്കുമ്പോഴാണ്. മുത്തുനബിൻ്റെ ഭാര്യമാരോട് ചിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് മുത്തുനബിൻ്റെ മുൻപല്ല് കാണാറുള്ളൂ. നമ്മളെ മുൻപല്ലോ നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ടാവും, പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ നിർത്തി അൽഹംദുലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയും ഓട്ടമത്സരം നടത്തിയിരുന്നു. ഓട്ടമത്സരം എന്ന് പറഞ്ഞാൽ റോട്ടുമ്മ കൂടിയല്ല, ഡൈനിങ് ഹാളിലോ മുറ്റത്തോ ആളുകൾ കാണാത്ത സ്ഥലത്ത് ഭാര്യയും ഭർത്താവും ഓടിയിരുന്നു. എന്താ നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പോൾ റോട്ടുമ്മ കൂടെ അങ്ങ് നടക്കുക. ഇപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയ റോട്ടുമ്മ കൂടെ അങ്ങ് നടക്കുക. എന്നാളൊരു പെണ്ണ് ആരോഗ്യത്തിന് വേണ്ടി നടന്നാണ്. ഒരു ചങ്ങായി ഉറങ്ങി വന്ന് കുത്തിയാവ് മരിച്ച്. ആരോഗ്യം പിന്നെ പറ്റ സങ്കടത്തിന് അരജി കൊടുത്തപ്പോൾ ധർമ്മസങ്കട പാസ്സായത് അല്ലേ. എന്നാലോ ഈ പെണ്ണുങ്ങളെടുത്തുനിന്ന് സുബ്ഹാനല്ലാഹ് ഒരു ഇറച്ചി ഒരു മങ്കുടുക്കിയിലുണ്ടാക്കി അമ്മിമ അരച്ചിട്ട് നല്ല ഉഷാറിൽ അരച്ചിട്ട് ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും കറി ഉണ്ടാക്കിയാൽ എത്ര എക്സസൈസായി. എന്തിനാ ഈ റോട്ടുമ്മ കൂടെ കയ്യും വീശി നടക്കണേ? പഴയ കാലങ്ങളിൽ എന്തായിരുന്നുണ്ടെങ്കിൽ ഒലക്കയും ഒരലും ഒക്കെ ആയിരുന്നു കുത്തിയിരുന്നത്. അതുകൊണ്ട് ഒരു എക്സസൈസിൻ്റെ ആവശ്യമില്ല, എല്ലാം റെഡിയാണ്. ഇന്നോ കയ്യും വീശിയിട്ട് റോട്ടുമ്മ കൂടെ ഇങ്ങനെ സൈഡ് ഓപ്പൺ ചുരിദാറും ധരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പാറി. ഇത് കാണാനും ഫോട്ടോ എടുക്കാനും വാട്സപ്പ് ഇടാനും ഒരു സമൂഹത്തിനെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അവരവരെ പണിയെടുക്കും. ഇതിന് വഴി എന്താണ് ഉണ്ടായത്? ഇത് നമ്മൾ നിർത്തണ്ടേ? ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ ഇപ്പോൾ ചെന്നാൽ സുബ്ഹാനല്ലാഹ് ഓഡിറ്റോറിയങ്ങളിൽ നിക്കാഹുകൾ കയറലോടുകൂടെ ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കാണുമ്പോൾ ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ സഹോദരിമാർ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചത് കൊണ്ട് സഹോദരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെങ്ങനെയാ കുടുംബബന്ധം മുറിയാതിരിക്കുക? ഒരു ഇബാദത്തും ഒരു നല്ല അമലും ചെയ്യുമ്പോൾ അതിലൊക്കെ കളങ്കം ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചോനെ എൻ്റെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ 3 മക്കളുണ്ട്. ആ 3 മക്കളെ കല്യാണം ഞാൻ കഴിക്കുമ്പം അത് മാതൃകാപരമായ രൂപത്തിലേ ഞാൻ ചെയ്യുള്ളൂ. നാട്ടുകാരൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ വീട്ടിലുള്ള 3 മക്കളെ കല്യാണം ഇൻഷാ അല്ലാഹ് ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിക്കുകയാണെങ്കിലും എവിടുന്ന് കഴിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാഹ് ആ രൂപത്തിൽ ചെയ്യുള്ളൂ എന്ന് തീരുമാനം എടുത്താൽ റെഡിയായി. ഇതന്നെയാണ് മനുഷ്യൻ നന്നാലെന്ന് പറഞ്ഞ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞ് വെച്ച് വലിയൊരു പന്തലൊക്കെ വെച്ച് മഴയേറ്റ പെയ്തതുമില്ല, ഇങ്ങനെയൊക്കെ പാടെ ഇടങ്ങേറുണ്ടാക്കി ഈ ചൂടൊക്കെ വെച്ച് ഇതൊക്കെ ഉണ്ടായിട്ട് ഈ 11 മണിക്ക് കിട്ടുന്ന ഒരു ചോറ്റുംപതി കൊണ്ട് എന്ത് കാര്യമുള്ളു? ഈ 11 മണിക്ക് ഈ നെയ്യ് ഉറച്ച സാധനം അത് തിന്നിട്ട് ചിലപ്പോൾ നാളെ വയറ്റുന്നോക്ക ആൾക്കാരുണ്ടാവും. തബറുക്കൊക്കെ റെഡി തന്നെയാണ്. പക്ഷേ തബറുക്ക് എങ്ങനെയെങ്കിലും കുത്തി കലക്കി കൊടുത്താലൊന്നും സാധനം റെഡിയാവൂല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതൊക്കെ പകലിലേക്ക് മാറണം. സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു വട്ടം ഉണ്ടാവുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് പകൽ സമയങ്ങളിൽ ഒരു ഞായറാഴ്ചയിലേക്കോ ശനിയാഴ്ചയിലേക്കൊക്കെ മാറി ഒരു അസറിൻ്റെ ശേഷം തുടങ്ങി മഗ്‌രിബോട് കൂടെ നമ്മളെ മജ്‌ലിസൊക്കെ നിന്ന് ആളുകൾക്കൊക്കെ മരുന്ന് കുടിച്ച് ഭക്ഷണം കഴിക്കാനുള്ളവരും ഭക്ഷണം കഴിച്ച് മരുന്ന് കുടിക്കാനുള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. ഇന്ന് അതൊക്കെ തസ്വീസാണ്. അതുകൊണ്ട് പലവരും ഇന്ന് ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടിട്ടില്ല. ഈ വലിയൊരു ജമാഅത്തിൽ ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. എല്ലാ ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇതൊക്കെ ഈ വരും തലമുറകളിൽ ഇൻഷാ അല്ലാഹ് മാതൃകാപരമായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഈ നേതൃത്വങ്ങൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളി ഒക്കെ നല്ല വൃത്തിയാണ്. അപ്പോൾ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, 2-3 കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തൊരു കാരണം ചിലന്തി വലകൾ തട്ടാത്ത വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. ചില ആളുകൾ ചിലന്തി വല എന്നാ തട്ടാറ്? നോമ്പിന് നനച്ചൊളിക്ക് ഷഅബാനിൽ തട്ടിയതാണ്. ഇനി അടുത്ത ഷഅബാനിലാണ് മാറാന കോലെടുക്കുള്ളൂ. അതുവരെ അങ്ങനെ തന്നെ കിടക്കും. ഇല്ല, ചിലന്തി വലകൾ തട്ടാത്ത വീടുകളിൽ ദാരിദ്ര്യമുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇൻഷാ അല്ലാഹ് വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. ഉണ്ടോ? അതുപോലെ തന്നെ ബാത്റൂമുകൾ കഴുകാത്ത വീടുകൾ, അതിൽ ചെരുപ്പ് മാറ്റാത്ത ആളുകൾ. ചിലവരെ ബാത്റൂം കയറിയാൽ മുടിൻ്റെ ഒരു കെട്ടിപ്പുറത്തുണ്ടാവും അല്ലേ? ബാത്റൂമിൽ ഒരു 3 വരക്കാനുള്ള ബ്രഷ് ഉണ്ടാവും. അത് ഒന്ന് പൊട്ടിയത്, ഒന്ന് വളഞ്ഞത്, ഒന്ന് പുതിയോ ഒക്കെ അവിടെ തന്നെ. ഇതൊന്നും മാറ്റുന്ന പരിപാടിയില്ല. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച് കുറേ ബ്ലേഡും സേവിസെറ്റും എല്ലാ പ്രാന്തോടെ
അതിൻ്റെ ആ അളുക്കിൻ്റെ കൂട്ടത്തിൽ പല്ലിയേക്കാനുള്ള ബ്രഷും ഉണ്ടാവും. എന്നിട്ട് രാവിലെ ഇങ്ങനെ നീച്ചിട്ട് അയിമക്ക് ഇങ്ങനെ ക്ലോസപ്പ് തേച്ചിട്ട് ഇങ്ങനെ തേച്ചാണ്ടല്ലോ എന്തൊരു ചൊറക്കുണ്ടാവുക. ഉറക്കപ്പിരാന്തിലായതുകൊണ്ടാണ്. ഉറങ്ങിയ നേരത്ത്, കാരണം രാവിലെ തേച്ചാൽ പിന്നെ തേക്കലുമില്ലല്ലോ, രാവിലെ തേച്ചാൽ പിന്നെ തേക്കലുമില്ല. അതാണ് നമ്മളെ പരിപാടിയില്ല. സത്യത്തിൽ ബാത്റൂമിൽ നമ്മൾ ഈ ഒരു ബോക്സ് ഇല്ലാത്ത ബ്രഷ് തന്നെ വെക്കാൻ പാടില്ല. ഇസ്ലാം വളരെ വൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളത് ചെയ്യാത്തത് കൊണ്ടല്ലേ. കാരണം എന്താ, ബാത്റൂമിൽ നമ്മൾ ഈ ഓപ്പണായിട്ട് ബ്രഷ് വെച്ചാൽ, നമ്മളെ ബാത്റൂമിലേക്ക് വെള്ളം ബക്കറ്റ് കൊണ്ട് വെച്ചാലും ഫ്ലഷ് ടാങ്ക് അമർത്തിയാലും ഈ വെള്ളം ഒന്നായിട്ട് ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പ്രാണികൾ, കുറേ ആളുകൾ ശേഖന്മാരോട് കയറും. ഓല് കയറിയാൽ പിന്നെ എവിടെയാണ് പറ്റി പിടിക്കുക? നമ്മളെ ഈ ബ്രഷുമ്മലുണ്ടാവുക തോർത്ത് കൊണ്ടുമേ. പിന്നെ ബാത്റൂമിലുള്ളൊരു തോർത്തുണ്ട്, അത് എന്നലക്കിയതാ, അതിങ്ങനെ വെറുങ്ങൽച്ചിങ്ങനെ നിൽക്കും, നമ്മളെ മൈക്കൻ്റെ സ്റ്റാൻഡിൻ്റെ മാതിരി. എന്താ, അത് മാങ്ങിൻ്റെ ദിവസം അലക്കിയിട്ടില്ല, അത് ഇങ്ങോട്ട് എടുക്കും, എന്നിട്ടാണ് തോർത്തും അങ്ങനത്തെ ഇട്ട് പോകും അല്ലേ. ഇനി ചില പെണ്ണുങ്ങളൊക്കെ വൃത്തിയുണ്ടെങ്കിൽ ആ പെണ്ണും അങ്ങനത്തെ ആണെങ്കിലോ ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞതുപോലെ രണ്ടാളും ആ സൈസായകര് അല്ലേ. ബെഡ്റൂമൊക്കെ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? ബെഡ്റൂമൊക്കെ ചില ആളുകൾ ചെന്നാൽ എല്ലായിടത്തും സുബ്ഹാനതൊക്കെ വരച്ച് വൃത്തികേടാക്കി, കുറേ ഡ്രസ്സ് അവിടെ ആണിമ തൂക്കി, ഇവിടെ ആണിമ തൂക്കി, ഇവിടെ നടുക്ക് കൂടെ ഒരു അയലൊക്കെ കെട്ടി, അതിമൊരു തോർത്തുണ്ടൊക്കെ അങ്ങനെ തോരട്ട്, ഇപ്പുറത്ത് കുറച്ച് പമ്പേഴ്സ്, ഇപ്പുറത്ത് കുറച്ച് അലക്കാനുള്ളത്, ഇപ്പുറത്ത് അലക്കി അതിൻ്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾ കിടക്കും, അതിൻ്റെ അപ്പുറത്ത് ആണും കിടക്കും വൃത്തി. പിന്നെ ഈ പെണ്ണിനെ കാണാൻ വല്ല ചുരുക്കുണ്ടാവും, ഈ ആണിനെ കാണാൻ വല്ല ചുരുക്കുണ്ടാവും. നമ്മുടെ ബെഡ്റൂമുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലാവും. എങ്ങനെയാണ് 5 സ്റ്റാർ ആക്കൽ? വൃത്തിയുള്ള ഒരു നല്ലൊരു ബെഡ്ഷീറ്റ്, നല്ല ഒരു ഫില്ലോ കവർ. നമ്മളെ ഈ ഫില്ലോ കവറിൻ്റെ മുകളിലേക്ക് നമ്മളെ ഈ വായിൽ നിന്ന് ഒഴിക്കുന്ന ഒരു കേല എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സാധനം ഉള്ളിൽ നിൽക്കുമ്പോൾ ഷെയ്ഖ, പുറത്ത് കയറാൻ ലക്ഷണം കെട്ട സാധനമാണ്. ഈ സാധനം പുറത്തേക്ക് വന്ന നജസായി. ഈ സാധനം നമ്മൾ ഈ തലയണൻ്റെ കവറുമൊക്കെ ഇന്ന് ഒലിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തല വെക്കുമ്പോൾ അതിങ്ങനെ പൊടിയാണ്. കണ്ടിട്ടില്ല, രാവിലെ കുട്ടികൾ മദ്രസക്ക് പോകുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ കാട്ടിയാൽ പുട്ടുംപൊടിയാവും, അങ്ങനെ കാട്ടിയാൽ പുട്ടുംപൊടിയാവും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൊമ്പം പീസൊക്കെ വെച്ച് മദ്രസക്കിങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടി നമ്മളെ പുറത്തേക്ക് വരുന്ന സാധനം കാർബൺ ഡൈ ഓക്സൈഡാണ്. നമുക്ക് അകത്തേക്ക് കിട്ടുന്ന സാധനം നല്ല ഓക്സിജനാണ്. നമ്മളെ ബെഡ്റൂമിൽ ചുറ്റുഭാഗം രണ്ട് ജനലുണ്ട്. ആ ജനലൊക്കെ വൃത്തിയായി അടച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഒരു ഓക്സിജൻ ശരിക്കും ഒരു മരയ്ക്ക് കടക്കാൻ ഒരു സ്ഥലവുമില്ല. ഇങ്ങനെ ഭദ്രത ഉള്ള ഒരു റൂമിൽ കയറിയിട്ട് നമ്മളിങ്ങനെ വിടുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ പെണ്ണുങ്ങൾ സ്നേഹത്തോടെ ഒറ്റ വലിയ ഓളെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പട കൂട്ടിയിട്ട് പിന്നെ നമ്മളിതൊക്കെ പട കൂട്ടി ആ കൂട്ടത്തോടെ നമ്മളൊറ്റ വിടില്ല. പിന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുന്ന വലിച്ചെടുക്കണേ ഈ തലയണൻ്റെ കവറുമേ. ഇന്നേത ദിവസം ശനിയാഴ്ച, വെള്ളിയാഴ്ച ഒലിച്ച സാധനമുണ്ട്. ഈ സാധനം പൊടിച്ചിട്ട് ഈ പൊടിയാണ് തലയിലുമെന്ന് കയറുന്നത്. അലർജി ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെന്താ പറയാറ്? ഫാൻ തുടക്കാൻ പറയും ഡോക്ടർമാർ. കാരണം ഫാൻ്റെ മുകളിൽ ഒരുപാട് ചളിയുണ്ട്. നമ്മളെ പള്ളിയിൽ കയറി നോക്കിയാൽ അറിയാം, ഒരുപാട് ചളിയുണ്ടാവും, ഒരുപാട് പൊടികളുണ്ടാവും. നമ്മളെ വീട്ടിലുള്ള ബെഡ്റൂമുകളിലും ഡൈനിങ് ഹാളിലുള്ള ഫാനുമ നോക്കൂ, ആ ചിറകുമേ ഇഷ്ടം പോലെ ഇവിടെ. ആരാണ് ഫാൻ്റെ ചിറക് തുറക്കാറുള്ളത്? പിന്നെ എങ്ങനെ അലർജി മാറുക? ഇതൊക്കെ പറ്റി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൃത്തിയെക്കുറിച്ച് ഇത്ര പുകഴ്ത്തിയ ഒരു സ്ഥലവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുടഞ്ഞു നീച്ചു പോകാൻ നമ്മോട് പഠിപ്പിച്ചിട്ടില്ല. നമ്മളോട് കഴുകണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നല്ല മൺകട്ട കൊണ്ട് ആ വെള്ളത്തിനെ വലിച്ചെടുക്കണം. റോഡ് സൈഡുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ പോകുമ്പോൾ ചിലവർ നിന്നിട്ട് അങ്ങനെ മൂത്രയിക്കും. എന്ത് കൈകണ്? കുടഞ്ഞാണ് വണ്ടു. ഇവൻ എത്ര വൃത്തിയുണ്ട്? രോഗന്മാർ പറഞ്ഞു, മൂത്രത്തിന് പഴുപ്പുകൾ വരുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സ ചേലാകർമ്മം ചെയ്യാനാണ്. നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമുക്ക് എന്ത് ചെയ്യണം? സുന്നത്തായി കൽപ്പിച്ചു. അത് കാരണം എന്താണ്? ആ ചുളിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മൂത്രം കെട്ടി നിൽക്കുകയും അതിലൂടെ പഴുപ്പുകളും വരുന്നത് കൊണ്ടാണ് ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർമാർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് നമ്മൾ പിന്നീട് നമ്മുടെ വീടുകളിൽ അൽഹംദുലില്ലാ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത് എല്ലായിടത്തും വൃത്തിയാണ്. നല്ല ചെടികൾ നമ്മുടെ റൂമുകളിൽ വെക്കണം. അപ്പം ഈ റൂമിൽ സത്യത്തിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും മാറ്റേണ്ട സാധനമാണ് ഈ ബെഡ്ഷീറ്റ്. കാരണം നമ്മളെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണല്ലത്.
ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രങ്ങൾ കുറേ ഉണ്ട്. ഇന്നിട്ട അടിവസ്ത്രം ആരെങ്കിലും നാളെ ഇടുമോ? ആരും ഇടൂല. വിടുന്നവന് പിന്നെ ഓന് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ പറ്റൂല. അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്ത ആളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, വൃത്തിയില്ലാത്ത ആളുകൾ ഉണ്ടാവും. ജീവിതത്തിൽ മീശ വെട്ടൂല. മീശൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ചുണ്ടുമൊക്കെ എത്തിയിട്ടുണ്ടാവും. ഓർക്ക് മുസമ്പിയൊക്കെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിപ്പൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ സംവിധാനം മീശമ്മത്തന്നെ ഉണ്ടാവും. ഇപ്പം തപ്പി നോക്കണ്ട ആള്, ഇപ്പം തപ്പണ്ട. എല്ലാവരും പൊരി ചെന്നിട്ട് മുത്തനൂർ തങ്ങൾ പറഞ്ഞ മീശപ്പം എനിക്കുണ്ടോ നോക്കിയാൽ മതി. ചില ആളുകൾ കക്ഷ നന്നാക്കൂല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മീശ നീ വെക്കണം, മീശ വെക്കുമ്പോൾ ചെറുതാക്കി വെട്ടണം. ചുണ്ടിനൊരു ചുവപ്പുണ്ട്, ആ ചുവപ്പ് കാണുന്നത് വരെ നീ വെട്ടണം. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം കക്ഷത്തിലുള്ള രോമം പറിക്കലാണ് സുന്നത്ത്. ഇനി പറിച്ചുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഇനി പഠിച്ചാലും വേണ്ടില്ല, ഒന്ന് ഒഴിവാക്കിയാൽ മതി. ചിലവർ ജീവിതത്തിൽ എന്തെങ്കിലും അത് മാറ്റിയിട്ടില്ല. ഈ ചോളത്തിൻ്റെ മുമ്പ് നോക്കിയമാരുണ്ടാവും. കോട്ടക്കൽ അങ്ങാടി പോയ കാണാം, ചോളം വെക്കുന്നുണ്ട്. അതിൻ്റെ തലക്കുണ്ടാവും കുറേ തൊപ്പ, പല കളറും ഉണ്ടാവും. ആ കളറായിട്ടുണ്ടാവും മടിച്ചായിട്ട് എരപ്പാള്. സുബ്ഹാന ജല്ല ജലാൽ. ഇപ്പം ആരും കൈയൊന്നും പൊന്തിക്കണ്ട. എല്ലാവരും പോയിട്ട് പെണ്ണുങ്ങളോട് പറയാ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുന്ന അറിഞ്ഞ് ആ പോയ ഗ്യാപ്പിലൊന്ന് പൊന്തിച്ച് നോക്കേണ്ടി. കാരണം മറ്റേ ഓളം മുമ്പ് പൊന്തിച്ചാൽ മോശമല്ലേ. ഇതൊക്കെ സഹിക്കുന്ന നമ്മളെ കൂടെ കിടക്കുന്ന ഒരാളുണ്ടല്ലോ, സുബ്ഹാന. എന്താ ഇത് മാറാത്തത്? ഇത് മുത്തുനബിൻ്റെ 1440 മജ്‌ലിസാണ്. ഈ സ്വലാത്തിൻ്റെ വാർഷികത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഇതാണ്. ഇത് നന്നായാൽ, വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും. സമൂഹം നന്നായാൽ പ്രസ്ഥാനം നന്നാവും, ജില്ലന നന്നാവും, ഒക്കെ റെഡിയോ. ഇതൊന്നും റെഡിയോ അല്ല. ഗുഹ്യസ്ഥാനത്തിലുള്ള രോമത്തിനെ 40 ദിവസത്തിനപ്പുറം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ദുആ അല്ലാഹു കബൂലാക്കൂല. 40 ദിവസത്തിനപ്പുറം നീക്കം ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദുആ പോലും അല്ലാഹു കബൂലാക്കൂല. നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഭയാനകം എത്രയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സുന്നത്തിനെ നമ്മൾ ചെറുതാക്കി കാണാൻ പറ്റുമോ? പറ്റൂല. ഇതൊക്കെ നമ്മുടെ ഇൻഷാ അല്ലാഹ് വൃത്തിയായി. ഇന്ന് എനിക്കിങ്ങോട്ട് പറയാനുള്ള വഅദ് ഇതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇതൊക്കെ നന്നായി വീട്ടിൽ പോയിട്ട് ആകെ ചുമരുമത്തെ എല്ലാ സാധനവും എടുത്ത് ഒഴിവാക്കണം. ഒക്കെ അൾമറൻ്റെ ഉള്ളിൽ കാണാത്ത സ്ഥലത്ത് വെക്കുക. ചുമരൊക്കെ നല്ല വൃത്തിയാകുക. ബെഡ്ഷീറ്റ് ഒരു 2 ദിവസം കൂടെങ്കിലും അലക്കി, ഫില്ലോ കവർ, തലയൂണയുടെ കവറ് ഒരു ടർക്കി വിരിക്കുക, അല്ലെങ്കിൽ ഡയലി മാറ്റുക. കാരണം ഈ സാധനം ഒരിച്ച് നമ്മുടെ മൂക്കിലൂടെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കട്ടിലുകൾ ആരാ തുടക്കാറുള്ളത്? ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതൊക്കെ സ്വന്തം ചെയ്യും. ഞാനിതൊന്നും ചെയ്യും. ബാത്റൂം ഞാൻ കഴുകുന്ന ആളാണ് അല്ലേ. ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ട് ഞാൻ മുത്തനൂർ തങ്ങളാണ്. എന്ത് മുത്തനൂർ തങ്ങൾ ബാത്റൂമിൽ? അതൊക്കെ നിങ്ങളെ സ്റ്റേജുമ്പോൾ കയറുമ്പോഴല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് ഡോക്ടർ, പ്രധാനമന്ത്രി പറയാണ്, പെണ്ണുങ്ങളുണ്ടെങ്കിൽ അല്ലേ, പെണ്ണുങ്ങളുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറയാണ്, ഞാൻ പ്രധാനമന്ത്രിയാന്ന് പെണ്ണുങ്ങളോട് പോയിക്കാണി കളഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കൊടുക്കത്താണ്. ഒരു MLA പറയാണ്, ഞാൻ MLA ആണ്, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾക്ക് ഇന്നത്തെ പ്രസിഡൻ്റാണ്. ഓളെ മുമ്പിൽ ഓളെ ഭർത്താവാണ്, ഓള് ഭാര്യയാണ്. അതാണ്. ഭർത്താവിന് ഒരു പെണ്ണും കുറ്റം പറയാൻ പാടില്ല. എപ്പോഴും ഭർത്താവിൻ്റെ ഗുണം മാത്രമേ പറയാവൂ ആരോട് സംസാരിക്കുമ്പോഴും. കാരണം ഇല്ലെങ്കിൽ എന്താണ്? എന്നിട്ട് പറയാം, ആ രാജാവിൻ്റെ ഒരു രാജ്ഞിയാകണമെങ്കിൽ ഭർത്താവ് നല്ല ആളാവണ്ടേ. ഭർത്താവ് മോശപ്പെട്ട ആളാണെങ്കിൽ ആ മോശപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയായി നമ്മൾ മാറി. അപ്പോൾ ആളുകളെ മുമ്പിൽ പറയുമ്പോൾ നമ്മളെ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ രാജാവാക്കി പറയാം. അപ്പോൾ ആ രാജാവിൻ്റെ രാജ്ഞിയാണ് ഞാൻ. റെഡി? ഇത്രയുള്ളതൊക്കെ. ഇതിൻ്റെ മേൽ പിണങ്ങി നിൽക്കുന്ന ആൾ എത്രയാണ് ഇന്ന് സമൂഹത്തിൽ? നേരത്തെ ഇവർ പറഞ്ഞല്ലോ, ടോക്കൺ സംവിധാനത്തിൽ വരുമ്പം ഒരു 90 ടോക്കനിൽ 10 ടോക്കൺ ഇതേക്കാരം. ഓല് വന്നപ്പോൾ തന്നെ സത്യത്തിൽ വലിയ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രശ്നം. ആ പ്രശ്നത്തിൽ പെൺകുട്ടിൻ്റെ വാപ്പ പറയുന്നത് ഇവർ കേൾക്കുകയാണ്. വാപ്പ പറയും, ഇത്രയും മോശപ്പെട്ട ആളുകൾ. ഇപ്പോഴത്തൊരു വിവാഹ കലഹം കൂടി. അവിടെ കൂടിയപ്പോൾ പെണ്ണ് പറഞ്ഞ്, വാപ്പ ഞാനാണ്ട് പോകില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പെണ്ണി പോകാത്ത? ഒന്നുമല്ല ഉസ്താദെ, അവിടെ വൈഫൈ ക്ലിയർ അല്ല. അപ്പോൾ വാപ്പ വൈഫൈ ക്ലിയർ ഇല്ലെങ്കിൽ ഇപ്പാൻ്റെ കൂട്ടിയാണ്ട് പോകും വേണ്ട. അതാണ് റെഡിയായി. ഇതൊക്കെയല്ലേ ഇന്നത്തെ സംഗതി. ഇതിനൊക്കെയാണ് ഒരു മുത്തം മനുഷ്യൻ മദ്യം പറയണേ. ഇതിനൊക്കെ പുളിക്കൊമ്പെടുത്തിട്ട് റുക്കൂലിർത്തിയിട്ട് അങ്ങനെ ആ താമരശ്ശേരി ചുരം കൊണ്ടുപോയിട്ട് 7-ാം വളവ് കൊണ്ടുപോയിട്ട് 4 കൊടുത്തിട്ട് ഒറ്റ ചവിട്ടാണ് ചവിട്ടിയാൽ അത് സലാമത്താവും. എന്നിട്ട് നീച്ച് വന്നിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇത്രേ ഇതിനൊക്കെ മറുപടിയുള്ളൂ. അപ്പം നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് റെഡിയാകും. അല്ലാതെ കുറേ സ്വലാത്ത് വാർഷികമായിട്ടോ ഒന്നുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു ചടങ്ങാണ്.
ഇതൊക്കെ ഒരു ചടങ്ങാണ്. ഒരു തങ്ങൾ വരിക, ഈ കൊല്ലം ഞാനായിന്നുള്ളൂ, അടുത്ത കൊല്ലം വേറെ തങ്ങൾ, കഴിഞ്ഞ കൊല്ലം വേറെ തങ്ങൾ, ചിലപ്പോൾ അടുത്ത കൊല്ലം ഞാൻ ഇഞ്ഞും വന്നേക്കാം. ഇത്രയൊക്കെയുള്ള സംഗതിയുള്ളൂ. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് നന്നാവണം. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സഹോദരിമാർ കേൾക്കുന്നുണ്ട്, സഹോദരന്മാരും കേൾക്കുന്നുണ്ട്. സ്വയം ശരീരം വൃത്തിയാക്കുക, വസ്ത്രം വൃത്തിയാക്കുക, നല്ല ഭംഗിയിൽ നിൽക്കുക, നല്ല വസ്ത്രം ധരിക്കുക. ഇന്നാളൊരു പെണ്ണ് ഒരു ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ആ പെണ്ണിങ്ങനെ ഒരു മാക്സിക്ക് തിളങ്ങണ മാക്സി കിട്ടുന്നു. അപ്പം ഭർത്താവിന് സന്തോഷം. മുത്തന്നൂർ തങ്ങളെ വയലറ്റ കേട്ട് എൻ്റെ പെണ്ണുങ്ങളൊക്കെ നന്നായോ, അപ്പോൾ എവിടുന്നേ ഇപ്പം എനിക്കൊരു തിളങ്ങണ മാക്സൊക്കെ കിട്ടിയേ, ഒന്ന് ലൈറ്റ് ഇട്ടാൽ നോക്കട്ടെ അറിയുമ്പോൾ അന്ന് ഉച്ചക്ക് വലിയ മത്തിയേന്. അത് നന്നാക്കിയപ്പോൾ അതിൻ്റെ ചെളുക്കാണ്. ഈ സൈസ് ആളുകളെ പിന്നെ എങ്ങനെയാ പുതിയാപ്പിള വേറെ പെണ്ണ് കെട്ടാക്കുക? എങ്ങനെ കെട്ടാക്കുക? നമ്മൾ പെണ്ണുങ്ങളോട് ചിരിച്ചില്ലെങ്കിലും, പെണ്ണ് ഇങ്ങോട്ട് ചിരിച്ചില്ലെങ്കിലും, നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ചില്ലെങ്കിലും നേരെ അയലോക്കത്തെ ചങ്ങായി ഒരു വാട്സപ്പ് ഇടുമ്പോൾ അങ്ങോട്ടാണ് പോകും. നിങ്ങൾ ഈ ഉണങ്ങിയ മാന്തൾ ഇങ്ങനെ കൊടുത്താൽ ഇടയ്ക്കൊക്കെ അൽഫാം, ഓനൊരു അൽഫാം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഓന് തെറ്റ ഈ അൽഫാം കിട്ടുമ്പോൾ തെറ്റാ എൻ്റെ മാന്തൾ ആണ്ട് പോകും. ചിലർ ഉണക്കലുമീൻ്റെ ആ സിലബസ് ഉണ്ട്. ഉണക്കലുമീനൊക്കെ ഒന്ന് ആർക്കെങ്കിലും പറ്റുമോ ഈ നോളേജിൻ്റെ ടീം? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സിസ്റ്റത്തിൽ മാറി നമ്മുടെ മഹല്ലിൽ ഓരോ വീടുകളും നന്നാവണം. ഇന്ന് എൻ്റെ വയല് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ഈ ഒരു മാറ്റം വരുത്തിയാൽ അൽഹംദുലില്ലാഹ് ആ വീട് വൃത്തി ഉണ്ടാവും, അവിടെ ഐശ്വര്യം ഉണ്ടാവും, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മെമ്പറായി തീർന്നു. അപ്പോഴേ മെമ്പറാവണുള്ളൂ. അല്ലാതെ നമ്മൾ മെമ്പറല്ലപ്പോൾ എന്ത് മെമ്പറാകുമ്പോഴുള്ളത്? നമ്മൾ തീറ്റ കമ്മിറ്റിയാണ്. ഇന്ന് ചോറില്ല ഇവിടെ ആണ്, അത് റെഡിയാണ്. എപ്പോൾ വെച്ചാൽ അസർക്ക്, അതെ അസർക്ക് വെച്ച് മഗരിബായവൻ കേസായി. അള്ളാഹു ആക്കട്ടെ. ഇപ്പോൾ ഒരു പായസവും കിട്ടി. ഏതായാലും ആ ക്ലാസ്സൊക്കെ ഒരു കൂട്ടി പൊറുക്കി, അത് നല്ലൊരു പരിപാടിയാണ്. അല്ലെ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എവിടുന്നാണ്? ഈ വൃത്തി പള്ളിയും മദ്രസയാണ്. പള്ളി മദ്രസയാണ്. അതിന് പള്ളി മദ്രസേനെ ഉടായിപ്പാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അവിടെ തന്നെ കൊതുക് 18 ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കുക പള്ളിക്ക് 18 ഉസ്താദ്, നമ്മൾക്കൊരു 19 ഇല്ലെങ്കിൽ മോശമല്ലേ? പള്ളിക്ക് തന്നെ ബാത്റൂമിൽ 18 കൊതുകുണ്ടെങ്കിലോ? ഇനി എത്ര ബാത്റൂം നന്നാക്കിയിട്ടും കാര്യമില്ല. ജാഗോറിൻ്റെ പൈപ്പും നല്ല ജാഗോറിൻ്റെയും ഐഫോണിൻ്റെ ഒക്കെ ക്ലോസറ്റ് വെച്ചിട്ടും അത് കഴുകൂലെങ്കിൽ പിന്നെ എന്താ കാര്യം? അത് കഴുകണം, എന്നും കഴുകണം. ഇവിടെ കുഴൽ കിണറാണല്ലേ ഈ ഭാഗങ്ങളിൽ? ഇവിടെ കിണറാണ്. നിങ്ങളെ പേര് ഈ കുഴൽ കിണറല്ലേ? കണ്ടുകൊണ്ട് ഈ കുഴൽ കിണറുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തു ചെയ്യും? ക്ലോസറ്റ് വേഗം എന്തു ചെയ്യും? അതിന് നമ്മൾ ഡെയിലി കഴുകി വൃത്തിയാക്കണം. എന്നാൽ അവരപ്പോൾ എൻ്റെ വീട്ടിലും കുഴൽ കിണറാണ്, പക്ഷെ എന്തില്ല ആ പ്രശ്നങ്ങൾ. പക്ഷെ ഡെയിലി നമ്മൾ നന്നായി വൃത്തിയാക്കണം. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെ മക്കളെയും നമ്മളെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്ത് നമ്മളെ സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ല ഉഷാറാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമാണ്. പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും അൽഹംദുലില്ലാഹ് പറഞ്ഞ് അന്നെ കാണുമ്പോഴത്തേന് ഭയങ്കര എനിക്കൊരു സമാധാനം. ജൻ്റെ ആ മുഖമൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയുള്ള മുഖം അല്ലേ? കൺമശിയൊക്കെ കുത്തി. മറ്റത് കല്യാണത്തിന് മുമ്പ് നാട്ടുകാർ കാണാൻ കൺമശി ഇട്ടിട്ട് എന്താ കാര്യമുള്ളൂ? രാത്രിയല്ലേ കൺമശി കൂടെ ഭർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നല്ല വൃത്തിയാവണം. നാട്ടുകാർ മുമ്പ് പോകുമ്പോൾ കൺമശിട്ടാൽ നാട്ടിൽ ആരെങ്കിലും നമ്പർ കൊടുക്കും, ഓരോറ്റും ചാറ്റ് ചെയ്യും, അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളേറ്റും ചാറ്റ് ചെയ്യാനും നമുക്കോളെ മറുപടി കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഇതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നന്നാവണം. അതുപോലെ പിത്തനയും ഫസാദൊക്കെ നമ്മൾ നിർത്തുക. എന്നിട്ട് വേണം പിത്തനയും ഫസാദ് നിൽക്കാൻ അല്ലേ? എല്ലാവർക്കും സിഹറ, എല്ലാ സിഹറും കേസാ അപ്പോൾ അല്ലേ? അത് എളാമാൻ്റെ പേരക്കുട്ടി ചെയ്തു എന്നൊരു തങ്ങൾ പറഞ്ഞാൽ റാഹത്തായി. ഇല്ലെങ്കിലോ ആ തങ്ങൾക്ക് ഒന്നും തിരിയില്ല. സിഹറാന്ന് പറയണപ്പോൾ എന്നെങ്കിലേ തങ്ങൾക്ക് വല്ലതും തിരിയുള്ളൂ. ചില പെണ്ണുങ്ങളാണെങ്കിൽ അതിനായിട്ട് നടക്കുകയും ചെയ്യും. ചില പെണ്ണുങ്ങളുണ്ട്, ആ പെണ്ണുങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ചുരത്തുമ കയറ്റേണ്ട ടീമാണ്. അമ്മായിമാക്ക് ചെയ്യുക, അമ്മോസന് ചെയ്യുക, മരിയക്കൊക്കെ ചെയ്യുക, അലോകത്തെ പെണ്ണിന് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അത്തരക്കാരാകുന്ന ആളുകൾക്കൊക്കെ സ്വർഗത്തിൻ്റെ വാസന പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തിനാവശ്യം? ഭർത്താക്കന്മാരും ചോദിക്കണം എവിടേക്കാ ഈ പോയിന്? ഇജ്ജ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും പോയിന്, ഈ ചൊവ്വാഴ്ച ഇജ്ജ് പോയിന്, എവിടേക്കാ ഇജ്ജ് പോണ്? ഓളോട് ചോദിക്കുക. ഓള് പോണെടുത്ത് അങ്ങനെ വിടലല്ല. ഓള് പുറത്തിറങ്ങുമ്പോൾ ഈ എവിടേക്കാ പാത്തു പോയിന്? ഞാനുണ്ട് എൻ്റെ ഒപ്പം ഇന്ന്. ഇജ്ജ് എല്ലാ ചൊവ്വാഴ്ചയും പോകണ്ടല്ലോ. അപ്പോൾ ഏത് തങ്ങളത്തേക്കാ ഏത് പണിക്കരത്തേക്കാ പോകണമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. എന്നിട്ട് എന്താ ഓളവിടെ പോയി പറയണമെന്ന് നോക്കാലോ. ചിലപ്പോൾ നമ്മളെ പറ്റി കുറ്റേക്കാരും, ചില ആളൊക്കെ അലോക്കന്മാരെ കുറ്റിയാണ്. ഇങ്ങനത്തെ ആളുകളെ എവിടെ നന്നാവുക? ഒരു അഫുവിൻ്റെ ബാബ് തുറക്കണ്ടേ? അയൽവാസിയോടും കുടുംബത്തിനോടൊക്കെ ഒരു അഫുവിൻ്റെ ബാബ് തുറക്കണ്ടേ? ഇത് മരിച്ചാൽ മയ്യത്ത് ഇങ്ങനെ മുക്കുമ്പോൾ അങ്ങനെ പറയും, ഈ കിടക്കുന്ന ജനാസ
ഫാത്തിമ ഹജ്ജുമ്മയുടെ ജനാസയാണ്, ഇല്ലെങ്കിൽ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ഇടപെടേണ്ടതാണ്. അനൗൺസ്മെൻ്റ് ഇവിടെ ഞങ്ങൾ ഉണ്ട്, അത് സമസ്ത അംഗീകരിച്ച 2 സമസ്തി അംഗീകരിച്ച അനൗൺസ്മെൻ്റാണ്. എല്ലാവരും അനൗൺസ്മെൻറ്റ്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ പൊരുത്തപ്പെട്ടുക്കണം. നിങ്ങളിങ്ങനെ ഒരു മയ്യത്ത് ഇങ്ങനെ പറയുമ്പോൾ, മോലിയർ പറയുമ്പോൾ, നിങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ആളുകളൊന്ന് കൈപ്പൊക്കട്ടെ. ഓല് തൊള്ളോണ്ട് പറയണം, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയണം ഞാൻ ഓനൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തുക്കണെന്ന്. എത്ര ഒന്നും പറയില്ല, അങ്ങനെ കേട്ടിങ്ങനെ നിൽക്കും. അതുകൊണ്ട് എന്ത് കാര്യം? കേട്ടോണ്ട് പൊരുത്തപ്പെടലാവോ? അങ്ങനെയാണെങ്കിൽ പുതിയാപ്പിള ഇറങ്ങുമോ? അമ്മോശാക്ക അങ്കാഹത്തൊക്കെ ബിൻതി ഫാത്തിമ, എൻ്റെ മകൾ ഫാത്തിമ എന്നെ ഏൽപ്പിച്ചു, തൊള്ളയും കാട്ടിക്കാൻ നിന്നാൽ കബിൽത്ത് പറയാതെ നോക്കിയെന്ന് അങ്ങനെ ഉണ്ടാവും? പുതിയാപ്പിള ഇറങ്ങുമോ? അതിനാണ് ഈജാബ് കബൂൽ പറയുന്ന സാധനം. അതുകൊണ്ട് നമ്മൾ ഈ മരിച്ച ഈ കബറാളികൾക്കൊന്നും പൊരുത്തപ്പെട്ട് കൊടുത്തില്ല. നിങ്ങൾ നാളെ ഇറങ്ങിയിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ തൊട്ടടുത്ത നമ്പർ ഞാൻ നാളെ വരും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? ഇപ്പം ഞാൻ കൊല്ലത്തൊരു മഹല്ലത്ത് ചെന്നപ്പോൾ ആ മഹല്ലത്തിൽ പറയാൻ വരിസംഖ്യ കൊടുക്കൂല. വരിസംഖ്യ എത്ര? 35 ലക്ഷം റുപ്യ വരിസംഖ്യ കിട്ടാണ്ട് ആ മഹല്ലത്തിൽ. 35 ലക്ഷം. ഈ വരിസംഖ്യ കുടിശ്ശികായിട്ട് മരിച്ച നേരത്ത് ഈ കടം വീട്ടാതെ മീസാൻ കല്ല് കുത്താൻ 10,000 റുപ്യ ചിലവാക്കും. മീസാൻ കല്ല് കുത്താൻ 10,000 റുപ്യ ചിലവാക്കും. പക്ഷേ ബാപ്പൻ്റെ കടം വീട്ടാൻ ഒരു റെഡിയല്ല. ഇപ്പം എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എറണാകുളം കായംകുളം, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി അങ്ങനെ പോന്ന്, പിന്നെ കുന്നത്തേരി, എറണാകുളം, ആലുവ, എറണാകുളം ഒക്കെ കഴിഞ്ഞ് ഞാൻ കറങ്ങി വന്ന് ഇന്നലെ വീട്ടിൽ വന്ന് വീണ്ടും എറണാകുളം പരിപാടി കഴിഞ്ഞ് ഇന്നാണ് ഇപ്പം നാടിൻ്റെ അടുത്തുള്ള ഒരു പരിപാടിയുള്ളത്. നാളെയും ഇതുപോലെ യാത്ര ചെയ്യണം. മറ്റന്നാളെ നാളെ തിരുവനന്തപുരത്താണുള്ളത്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ യാത്രയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനെ, ഞാൻ എൻ്റെ കൽബിനോട് 2 പ്രാവശ്യവും ഒരു വട്ടം നിങ്ങളോടും പറയാനുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാവണം. നമ്മളെല്ലാവരും നന്നാവുക ഇൻഷാ അല്ലാഹ്. സ്വന്തം കുടുംബത്തിനോട് പിണങ്ങി നിൽക്കുന്ന നന്നാവുക. നന്നായാൽ എന്താ കാര്യം? ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമും അസ്രായേലും ഒരു ദിവസം കണ്ടുമുട്ടി. അസ്രായേലിൻ്റെ പണി എന്താണ്? റൂഹിനെ പിടിക്കണ പണിയാണല്ലോ മൂപ്പര പണി. കോയൽക്കിണർ കുത്തുന്ന ആൾ വന്നാൽ കോയൽക്കിണർ കുത്തുന്ന പണി തന്നെയാണ്. ഓല് വട്ടക്കിണർ കുത്തൂല. വട്ടക്കിണർ കുത്താളോ വന്നാൽ കോയൽക്കിണർ കുത്തൂല. അപ്പോൾ അതുകൊണ്ട് ഈ അസ്രായേൽ വന്നാൽ നമുക്ക് പേടിയാണ്. മൂപ്പർക്ക് നമ്മൾ മൊമെൻ്റ് ഒന്നും കൊടുക്കണ്ട, മൂപ്പർ പോയിക്കോട്ടെ. മൂപ്പര് നമ്മൾ വെറുതെ ഇവിടെ പിടിച്ചേക്കണ്ട, മൂപ്പര് പോണോടത്തോടെ പോയിക്കോട്ടെ. മൂപ്പർക്ക് മൊമെൻ്റ് കൊടുത്താൽ അജയരെ കൊടുക്കണോ? കൊടുക്കണ്ട, അജയർക്ക് പേടിയുണ്ട് അല്ലേ? ചാനല മൂപ്പർക്കല്ല. ബഹുമാനപ്പെട്ട അസ്രായേൽ പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാം കണ്ടുമുട്ടിയപ്പം ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് ഒരു സദസ്സെന്ന് പറഞ്ഞു, ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന മനുഷ്യൻ്റെ റൂഹിനെ 3 ദിവസം കൊണ്ട് ഞാൻ പിടിക്കുന്നു. ആരാ പറയണേ? അസ്രായേലാ. ഒരപ്പീലുമില്ല. അസ്രായേൽ അലൈഹി സ്വലാം അത് പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം കരുതി അസ്രായേലല്ലേ പറയണേ, ഒരു രക്ഷയില്ല. 3-ാമത്തെ ദിവസം കറക്റ്റ് സമയമാകുമ്പോൾ ഈ ചെങ്ങായിൻ്റെ റൂഹ് പോകണ്ടോ ഇല്ലെന്ന് നോക്കിക്കാൻ ദാവൂദ് നബി. റൂഹ് പോകണ മാത്രമേ ഇപ്പം നമുക്ക് വാട്സപ്പ് കിട്ടാത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾക്കുണ്ട്. താനോ പാലം പൊളിഞ്ഞാടുന്നുണ്ട് അല്ലേ? കൂരിയാട് പാലൊക്കെ പൊളിഞ്ഞാടിയപ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര കടുപ്പാണ് ലോകം മൊത്തം അറിയിച്ചത് അല്ലേ? ഇത്രയും വലിയൊരു സംവിധാനം നമ്മളെ ഗവൺമെൻറ് ചെയ്തിട്ട് എവിടെയെങ്കിലും ചെറിയ പൊളിഞ്ഞാടി എന്താ പറയാൻ? നമ്മളൊക്കെ മാഷാ അല്ലാഹ് എന്ന് പറയുന്ന ടീമാണ്. കാരണം നമ്മൾക്കൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചാൽ കുറ്റിപ്പുറത്തൊക്കെ എത്താൻ നിക്കാഹിന് 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. 3 നിക്കാഹ് ചെയ്യാം. പണ്ടത്തെ കുയ്യിന്ന് ചാടി പിന്നെ ഒന്ന് നീച്ച് പിന്നെ കുയ്യ് ചാടി അപ്പോഴത്തേക്ക് നമ്മൾ ഊരൊക്കെ ഒന്ന് ഒഴിഞ്ഞ്. നമ്മൾ ഡ്രൈവർമാരാണെങ്കിൽ എല്ലാ കുയ്യിലും ചാടിച്ചിട്ടേ പോവുള്ളൂ. അപ്പം നാളെ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് ഒരു കുയ്യ് ബാക്കിയുണ്ട്, അവിടെയാണ് ചാടിച്ചതാണ്. കാരണം ഞാൻ അതായിട്ട് അതിനൊരു ഇടങ്ങറുണ്ടാണ്ട. ഇപ്പം മാഷാ അല്ലാഹ് നല്ല ഉഷാറിൽ പോകാം. അത് ആര് ചെയ്താലും വേണ്ടില്ല, ഏത് കുഞ്ഞാപ്പ് ചെയ്താലും വേണ്ടില്ല, നമുക്ക് ഉഷാറായിട്ട് പോകണമെന്നല്ല എന്താ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഈ സൈസ് റോഡും ഇങ്ങോട്ടുള്ള വളവൊക്കെ ഉണ്ടെങ്കിൽ നിക്കാഹിനൊക്കെ എത്താൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു അങ്ങനെ നിൽക്കുക. അപ്പം 12 മണി കറക്റ്റായപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ നോക്കി കഴിയാണ് റൂഹ് പോകണ്ടോല്ല. പക്ഷേ റൂഹ് പോകണില്ല, പിടിച്ചിട്ടില്ല. റൂഹ് പിടിക്കാതിരുന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സംശയം അസ്രായേൽ തമാശ പറഞ്ഞാണോ? അസ്രായേലിനിപ്പോൾ ഒരു തമാശയൊക്കെ പറയാലോ, പക്ഷെ തമാശ പറഞ്ഞാണോ? അല്ല. ബഹുമാനപ്പെട്ട അസ്രായേൽ അലൈഹി സ്വലാം പിന്നെ കാണുമ്പോൾ ചോദിച്ചാന്ന് കരുതി. പിന്നെ ഒരു സദസ്സെന്ന് ഒരു കണ്ടപ്പോൾ ചോദിച്ചാൽ, അല്ല അസ്രായേലെ, നിങ്ങളാ കുഞ്ഞാപ്പൂൻ്റെ മകൻ മുഹമ്മദ്
ഓൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാത്തു ഓൻ മരിച്ചിട്ടില്ലല്ലോ, ഓൻ്റെ റൂഹ് ഇപ്പോൾ പോയിട്ടില്ലല്ലോ, നിങ്ങൾ 3 ദിവസം കൊണ്ട് പിടിക്കുന്നല്ലേ, എന്തേ പിന്നെ പിടിക്കാഞ്ഞു ചോദിച്ചു. അള്ളാ. അപ്പോൾ പഠിച്ചവൻ്റെ അപ്പോൾ അസ്രായേൽ പറയണം, എല്ലാ പേപ്പറും റെഡി ആയിന് ദാവൂദേ, ഒരു സംശയം, എല്ലാ പേപ്പർ വർക്കും മാനേജർ ഒപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയായി. മൂപ്പര റൂഹ പിടിക്കാൻ അങ്ങനെ നിൽക്കായിരുന്നു. ഏതുപോലെ ലോഞ്ചിലുണ്ടല്ലോ നമുക്കൊരു ഇരുത്തം, നമ്മൾ ഗൾഫിക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് ഇങ്ങനെ വരാൻ A1 അല്ലേ, ഗേറ്റ് നമ്പർ 3 അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അടങ്ങാറായി നിൽക്കുക. പടച്ചോനെ ഇനിയിപ്പോൾ അറബിൻ്റെ അടുത്ത് ഫസ്റ്റ് ചെന്നാൽ അതിന് ഇപ്പം ഇങ്ങനെ ഗിറുകീറ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 6 മാസമായിട്ട് നല്ല സ്വസ്ഥതയിന് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കളിപ്പിച്ച് നല്ല റായത്തോടെ കഴിഞ്ഞു പോകണം. യാ മുഹമ്മദ് താൻ, ആ വിളിയും കേട്ടാൽ തന്നെ ഒരു നല്ല സുഖമല്ല വിളിയാണ് അല്ലേ. അത് ഹൗസ് ഡ്രൈവർ പേരും പണിയും കൂടി ആണെങ്കിൽ നല്ല മട്ടം ഉണ്ടാവും. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഇടങ്ങാറായി വിളിക്കുകയാണ്. അതിൽ എയർപോർട്ടിൽ ഇങ്ങനെ വിളിച്ചു, ഫോണിങ്ങനെ വന്നപ്പോൾ ഇവൻ എടുത്തു നോക്കുക. അടച്ചോനായ തമ്പ ഈ ചേങ്ങായി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇടങ്ങേറുണ്ടാക്കലോ കരുതി പിരായി പറഞ്ഞ് ഏതായാലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി കൈഫ ഹാലക യാ അൽഹംദുലില്ലാഹ് ഇൻത ഫാൻ ദഹൻ. ഇപ്പോൾ എവിടെ? ദഹനാന ഫിൽ മതാർ, ഞാൻ എയർപോർട്ടിലെ. അൽഹംദുലില്ലാഹ് തയ്യിബ് ഇൻഷാ അല്ലാഹ് അന റഹൻ അമേരിക്ക ഇൻത സാഫർ ബൈത്ത്, വീട്ടിൽ തന്നെ മടങ്ങിക്കോ, ഞാൻ അമേരിക്കയ്ക്ക് പോവാണ്, ഇനി 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ലോഞ്ചിൽ ഇങ്ങനെ കുത്തിരിക്കുക അങ്ങോട്ട് പോവാണ്. അപ്പോഴാ 2 മാസം കൂടി ഇങ്ങോട്ട് കിട്ടണേ. അതിൽ പെണ്ണൊക്കെ ഒരട്ടെ പാത്തു ഈവിടെ ഞാൻ ഈ സിഗ്നലോട് കഴിഞ്ഞിട്ടുള്ളൂ. അറബി വിളിച്ചുകൊണ്ട് 2 മാസത്തെ ലീവ് ഇങ്ങോട്ട് പോവാണ്. പിന്നെ ഓള് സിഗ്നലും ബെൽറ്റും നോക്കിയില്ല, 500 ഫൈൻ അടച്ചാത്ത പുതിയാപ്പളിനെ കിട്ടുമല്ലേ, ഒരൊറ്റ വരവാ. അങ്ങനെ ഈ ലോഞ്ചിലിരിക്കുന്ന നേരത്തെ അറബി കൊടുത്തപ്പം എത്ര സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായീൽ അലൈഹി സ്വലാം പറയുന്നു, അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഓർഡർ വന്നു, അയാളെ റൂഹ് ഇപ്പം പിടിക്കണ്ട, അയാളെ റൂഹ് 20 കൊല്ലം കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അറബി 2 മാസം കൊടുത്ത്, പടച്ചോൻ 20 കൊല്ലം കൊടുത്ത്. 20 കൊല്ലം എന്തേ അങ്ങനെ? ഞാൻ എല്ലാ പേപ്പർ വർക്കൊക്കെ വൃത്തിയാക്കി എല്ലാ പണിയെടുത്ത്, എത്ര പണിയെടുത്തിങ്ങനെ പെട്ടെന്ന് പോയി റൂഹനെ പിടിക്കാൻ പറ്റില്ല. ഓൻ്റെ ഹിസാബും എല്ലാ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് നിങ്ങൾ കരുതുമായിരുന്നല്ല. അതുകൊണ്ടാണ് കുറച്ചാലങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ചിലവർ ഇങ്ങനെ കിടക്കും, ചിലവർ പിത്തനുണ്ടാക്കിയതിനനുസരിച്ച് അങ്ങനെ കിടക്കും. പിത്തനുണ്ടാക്കിയതിനനുസരിച്ചൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കും, എംസിൽ കിടക്കും, മെട്രോയിൽ കിടക്കും. അങ്ങനെ ഒരു 5-8 ലക്ഷം റുപ്യൊക്കെ അവിടെയൊക്കെ കൊണ്ടേ കൊടുത്ത് അത് ഇവിടെ ഒന്നും കൊടുക്കാത്തവരാണ്. ആണെങ്കിൽ കുറച്ച് തന്നോളൂ, വെറുതെ മെട്രോ കൊണ്ടു കൊടുക്കണം അല്ലേ. അപ്പം അതുകൊണ്ട് അയാൾ മരിക്കാൻ നേരത്തെ ഒരു പണി ചെയ്ത് എന്തേ, അയാൾ പിണങ്ങി നിൽക്കുന്ന ഒരാളോട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരാൾ തെറ്റി നിൽക്കുന്ന ഒരാളോട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞപ്പോൾ 20 കൊല്ലത്തെ ആയുസ് ഞാൻ അവന് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഇപ്പോൾ പിടിക്കേണ്ടതില്ല, 20 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കാം. വേണ്ട, 20 കൊല്ലം കിട്ടി. അതാണ് ഒരാളോട് നന്നാവുന്നതിനുള്ളല്ലേ. അതുകൊണ്ട് അമ്മായിമ മരുമകളോട്, മരുമകൾ അമ്മായിയോട്, അയൽവാസിയോട്, കുടുംബത്തിനോട്, ഭർത്താവിനോട്, ഭാര്യയോട്, പള്ളിയിലെ ഉസ്താദിനോട്, കമ്മിറ്റിക്കാർ, ചിലരൊക്കെ ഉണ്ട കമ്മിറ്റിക്കാർ ഏറ്റവും കൂടുതൽ അമൽ കൊടുക്കേണ്ടത് കമ്മിറ്റിക്കാർ പള്ളിയിലെ മൂലക്കാർ. തങ്ങൾക്കിപ്പോൾ 2 കൊല്ലമായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ കുറേ മുമ്പത്തെ കുറേ കൊടുത്തിട്ടുണ്ടാവും. സെക്രട്ടറി കൊടുക്കേണ്ടി വരും, പ്രസിഡന്റ് കൊടുക്കേണ്ടി വരും, അടങ്ങിന്നോണ്ടി ഒക്കെ കൊടുക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഇതിങ്ങനെ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ട്. മുഫിലിസ്, തൊലഞ്ഞവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, തൊലഞ്ഞവൻ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മുത്തുനബിയെ മഹ്ശറയിൽ തൊലഞ്ഞവൻ ആരാണ് ചോദിച്ചു. മുത്തുനബിയോട് ഒരു ചോദ്യം, അല്ല മുത്തുനബിയെ ഈ മഹ്ശറയിൽ തൊലഞ്ഞവൻ ആരാ? ഇവിടെ തൊലഞ്ഞവൻ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവനാണ്. മഹ്ശറയിലോ? അപ്പോൾ മുത്തുനബിൻ്റെ മറുപടി, ദിർഹമും ദീനാറും ഡോളറും ഇല്ലാത്തവനല്ല. നാളെ മഹ്ശറയിൽ മുഫിലിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിസാബ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ മറ്റോനെ പറ്റി കുറ്റം പറഞ്ഞു, എൻ്റെ ളുഹ്റോന് കൊടുത്ത്, അസർ മറ്റോന് കൊടുത്ത്, സുബൈപ്പുറത്ത് കൊടുത്ത്, ഏതെങ്കിലും ബക്കറ്റ് പിരിവുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അയിൽ കൊടുത്ത്, ഇതൊക്കെ പടച്ചെടുത്ത് അങ്ങനെ കൊടുക്കും. കടം വീട്ടുകയാണ്. ഇതൊക്കെ കടം വീട്ടിയിട്ട് എല്ലാം ബറാബറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെങ്കിലും ഒരു 10 രൂപ വേറെ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കേന്. പക്ഷെ സാധനമല്ല, സാധനം തീർന്നുപോയി. ഇവനാണ് നാളെ മഹ്ശറിൽ മുഫ്ലിസ്.
ആ കണക്കിന് ഞാനുങ്ങളൊക്കെ ഇവിടെത്തും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തപ്പെടിക്കണം. ആരെയും കുറ്റം പറയരുത്, ഒരു ആലിമിനെയും തെറി വിളിക്കരുത്. ഗ്രൂപ്പ് തിരിച്ചോ രാഷ്ട്രീയം തിരിച്ചോ ഒരു ആലിമിനെയും തെറി വിളിക്കരുത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീങ്ങൾ. ഒരൊറ്റ ആലിമിനെ നമ്മൾ തെറിയാൻ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കോട്ടെ അല്ലേ? ഒരു സയ്യിദിനെ നമ്മൾ തെറി വിളിക്കാൻ പാടില്ല. ഒരു സയ്യിദിനെ നമ്മൾ തെറി വിളിച്ചാൽ മദീനയിൽ നിന്ന് മുത്തുനബി വേദനിക്കുന്നുണ്ട്. വല്ലിപ്പ വേദനിക്കുകയാണ്. പടച്ചോൻ എൻ്റെ പേരക്കുട്ടിനെ പരിഹാസപ്പെടുത്തിയവനാവൻ, ഓനെ ഞാൻ വെറുതെ വിടൂല, ഓനെ ഞാൻ വെറുതെ വിടൂല. എൻ്റെ പേരക്കുട്ടിനെ, ആ മുത്തുനബിൻ്റെ പേരക്കുട്ടിയാൾ എന്തായാലും ഒരു സ്വർഗത്ത് കിടക്കും. കാരണം മുത്ത് മൂത്രത്തിൽ വീണാൽ കഴുകിയാൽ മുത്ത് മുത്തന്നെയാണ്, മുത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ആരെയും നമ്മൾ കുറ്റം പറയരുത്. ചെറുപ്പക്കാരെന്തെങ്കിലും ഒരു ചെറിയ തെറ്റൊക്കെ കാണുമ്പോൾ ഓനെ പരിഹാസപ്പെടുത്തരുത്. ഓനെ ഒറ്റയ്ക്ക് വിളിച്ച് നല്ല ഉപദേശിച്ചു കൊടുക്കുക, നല്ല മോനാവണമെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നന്നാവും. ഒരു പീടിയിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാപ്പയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ പറയരുത്. അപ്പോഴേ നന്നാവുകയുള്ളൂ. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ.